ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ചോക്ലേറ്റും ഫ്രഷ് ക്രീമൊന്നും ഇല്ലാതെ തന്നെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇൻസ്റ്റൻറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം അല്ലേ. അപ്പോൾ നമുക്കൊരു പാത്രത്തിലോട്ട് ഞാനിവിടെ 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പിനേക്കാളും കുറച്ച് കുറവാണ് കേട്ടോ. പിന്നെ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര, ഇതിൻ്റെ കൂടെ 1-2 ടേബിൾ സ്പൂണ് മിൽക്ക് പൗഡറും പിന്നെ ഒരു 3 ടീസ്പൂണ് കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് ചൂടുള്ള പാലാണ് കേട്ടോ. ഈ പാല് ചേർത്തിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ചൂടുള്ള പാല് ചേർക്കുമ്പോൾ കുറച്ചും കൂടി നമുക്ക് പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ കൊക്കോ പൗഡറും ഈ പാലും കൂടെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാടാണ്. ഞാൻ എടുത്തിട്ടുള്ള കൊക്കോ പൗഡർ ഹർഷീസിൻ്റെയാണ് കേട്ടോ. നല്ല ബ്രാൻഡ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ നോക്കുക. അപ്പോൾ ഇത് കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇളക്കി കൊടുക്കണം, കണ്ടിന്യൂ, അടിക്ക് പിടിക്കാതെ നോക്കണം. പിന്നെ ഇത് തിളച്ച് വരുമ്പോഴേക്കും ഇത് ചെറുതായിട്ട് തിക്കായിട്ട് വരും. ഇപ്പോൾ ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് ബട്ടറും 1/2 ടീസ്പൂണ് വനില എസൻസും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമുക്കിത് കൂടുതൽ തിക്കാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു 1-2 ടേബിൾ സ്പൂണ് ചൂടുവെള്ളം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പാല് ചേർത്ത് കൊടുക്കണ്ട. പാല് ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ കളറ് ചേഞ്ച് ആവും. ചൂടുവെള്ളം ഒന്ന് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ബട്ടറൊക്കെ ചേർത്തതൊക്കെ നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. നല്ല പാകത്തിനായിട്ടുണ്ട്. ഇത്രയും മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളിത് ചോക്ലേറ്റ് വെച്ച് ചെയ്യുന്ന ഗനാഷ പോലെ തന്നെ നമുക്കിത് കേക്കിനൊക്കെ ഇത് യൂസ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്